ദോഷ സമയല്ലേ? സത്യം കൈനോട്ടക്കാരാ, ദോഷ സമയം. എന്ത് ചെയ്താലും ദോഷം. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ദോശ കരിയണ മണം അടിച്ച്. ഇപ്പൊ ദോശ സമയല്ലല്ലോ, ഊട് സമയല്ലേ? അത് അപ്പുറത്തെ വീട്ടിൽ നിന്നാ. അവിടെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ദോശ സമയമാ. ഇവിടെ പഴങ്കഞ്ഞിയാ. രാവിലെ പഴങ്കഞ്ഞി, ഉച്ചയ്ക്ക് പ്രോ പഴങ്കഞ്ഞി, വൈകിട്ട് പി കഞ്ഞി പ്രോ മാക്സ്. ചുരുക്കി പറഞ്ഞ ദാരിദ്ര്യം അടുക്കളയിൽ കിടന്ന് നാസിക് ഡോൾ അടിക്കുന്നു ഇല്ലേ? സത്യം. പരിഹാരം ഉണ്ട്. എന്ത് പരിഹാര കൈനോട്ടക്കാരാ? പറയാ, ബട്ട് ഡോണ്ട് കോൾ മീ കൈനോട്ടക്കാരൻ, ഹാൻഡ് ലുക്കിംഗ് എക്സിക്യൂട്ടീവ്, അങ്ങനെ വിളിക്കാവൂ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. പരിഹാരം പറഞ്ഞില്ല. അത്തം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷ ജന്മം മലയാള മാസം 1-ാം തീയതി നിങ്ങളുടെ ഭവനത്തിൽ കയറിയ ഐശ്വര്യം കൂടെ എങ്ങ് പോരും. വന്ന് കയറിയില്ലെങ്കിൽ പിടിച്ചു കയറ്റണം. എന്നിട്ടൊരു ഗ്ലാസ് ചായ എങ്കിലും കൊടുത്തിട്ടേ വിടാവൂ. അത്തം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷ ജന്മം. അത് ഏത് ജന്മം? കട്ടിമാലിട്ടിട്ട് വരുന്ന അക്കന്മാരൊന്നും വഴി കാണുന്നില്ലല്ലോ. നേരം വെളുത്തിട്ട് 2 മാല പറിക്കാഞ്ഞിട്ട് മനുഷ്യന്റെ കൈ ധരിക്കുന്നു. മോനെ, ആഹാ, കട്ടിമാല, വള, കമ്മല് എല്ലാം കൂടെ 6-7 പവന്റെ മുതലല്ലേ നിക്കുന്നേ. എന്താ മോനെ ആലോചിക്കുന്നത്? എന്നെ ആരും ഇതുവരെ ഇത്രയും നീളം കുറച്ച് മോനേന്ന് വിളിച്ചിട്ടില്ല അമ്മച്ചി, അതും ഇത്രയും സ്നേഹത്തോടെ. മോന്റെ നാളെ അത്തമാണോ? ആ, പിന്നെ അത്തവാ. ഞാൻ മാത്രല്ല, അപ്പനും അമ്മയും പെങ്ങന്മാരും മൊത്തം അത്തവാ. എന്റെ ദൈവമേ, നീ എന്റെ വിളി കേട്ട് എനിക്ക് നല്ലൊരു അത്തക്കാരൻ കുഞ്ഞിനെ കൊണ്ട് തന്നല്ലോ. മോന്റെ പേരെന്തുവാടാ? ജിത്തു അത്തം. ബാ, എന്റെ പൊന്നകത്ത് കയറിയിരിക്കും. നിവർത്തിയില്ല, എന്നാലും ബൂസ്റ്റ് ഇട്ടൊരു ചായ തരാം, കുടിച്ചിട്ട് പോയാ മതി. അയ്യോ, അതത്രേ ഉള്ളൂ. അമ്മമ്മ ചായ കുടിക്കാൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ അത്തക്കാരാണെന്ന് പറഞ്ഞ് ഞാൻ എന്തിനാ നടക്കുന്നേ? ബാ ബാ ബാ, പെട്ടെന്നോട്ടെ വാ. ആഹാ, ബൂസ്റ്റ് കലക്കി. ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ ഇതേണ്ടേ. അനങ്ങാണ്ടിരുന്ന കാത് പറിക്കാണ്ട് ഞാൻ കമ്മലൂരെടുത്തോളാം, അല്ലെങ്കിൽ ഇതേ ചെവി പൂച്ച തിന്നുവേ. സാധാരണ വർക്ക് കഴിഞ്ഞ കാല് തലയുടെ പുറകെ അടിക്കണ കണക്ക് ഓട്ടാണ് പതിവ്. ഇതാദ്യട്ടാ ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട്. ആ, തുണിയൊക്കെ ഞാൻ എടുക്കാം, പക്ഷെ അത് കഴിഞ്ഞ അല്ലറക്ക് പോകാനാണ് പരിപാടിയെങ്കിൽ ചിറുക്കി ഞാൻ സ്റ്റിച്ചിടും. ആ, എന്നാ കൊള്ളാം. ജിത്തു മോനെ, നീ പോകുമ്പോ എന്റെ തലക്കെട്ടൊരു അടി തന്നിട്ട് പോണേ പൊന്നെ. പരിക്കൊന്നും ഇല്ലെങ്കിലേ എന്റെ മക്കൾ വിചാരിക്കും ഞാൻ സ്വർണ്ണം എടുത്ത് മറിച്ചതാണെന്ന്. ഈ സ്വർണം കയ്യിലുള്ളത് കൊണ്ടാണ് അവറ്റകൾ എന്നെ വൃദ്ധസാന്നിധ്യത്തേക്ക് തട്ടാത്തത്. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ മരിച്ചനെ വിഷമിപ്പിക്കുന്നത്? ഈ തല കടിയാൻ പറ്റിയ വല്ല പൈപ്പോ തടിയോ വല്ല ഇവിടെ ഉണ്ടോ? അടിച്ചേക്കാം. ഇനി അതിന്റെ ശാപം കൂടെ എനിക്ക് വേണ്ട, അടിച്ചോളാം ഞാൻ. അയ്യോ, അത്തം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷ ജന്മം മലയാള മാസം 1-ാം തീയതി നിങ്ങളുടെ ഭവനത്തിൽ കയറിയ ഐശ്വര്യം കൂടെ എങ്ങ് പോരും. 1-ാം തീയതി കയറാനുണ്ടോ? 1-ാം തീയതി കയറാനുണ്ടോ? 1-ാം തീയതി കയറാനുണ്ടോ?